ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പേരിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ കേസെടുക്കാനൊരുങ്ങി ഇഡി. ഫെമ ലംഘനത്തിൽ ഇഡിക്ക് സ്വമേധയാ കേസെടുക്കാനാകും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിനെതിരെയും അന്വേഷണം ഉണ്ടാകും. സൗഹൃദ ഫുട്ബോൾ പ്രഖ്യാപിച്ച് അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി കളിക്കാനെത്തുമെന്ന് പ്രചരിപ്പിച്ചാണ് ക്രമക്കേടുകൾ നടന്നത്. സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി കൊടുത്തതായാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പണമിടപാടുകൾക്ക് തെളിവുകളൊന്നുമില്ല. എഫയുടെ പേരിൽ വിദേശത്തെ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളുമായോ വ്യക്തികളുമായോ നിയമവിരുദ്ധ പണമിടപാടുകൾ നടന്നോ എന്നാണ് കണ്ടെത്തേണ്ടത്. ഫെമ ലംഘനത്തിലാണ് ഇഡി അന്വേഷണം നടക്കുക. PMLA കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഫെമയിൽ മറ്റ് എഫ്ഐആറുകൾ ഇല്ലാതെ തന്നെ ഇഡിക്ക് നേരിട്ട് ലഭിക്കുന്ന പരാതികളിലും സ്വമേധയായും ECIR രജിസ്റ്റർ ചെയ്യാനാകും. കായിക വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനും ഇഡി അന്വേഷണം ആവശ്യപ്പെടാം. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MD ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും അന്വേഷണ പരിധിയിൽ വരും. സർവത്ര ദുരൂഹമായ ഇടപാടുകളാണ് അർജന്റീന ടീം എത്തിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരവും ലയണൽ മെസ്സിയുടെ വരവും പ്രചരിപ്പിച്ച് നടന്നിട്ടുള്ളത്. മത്സരത്തിന്റെ പേരിൽ മറ്റ് സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചും അന്വേഷണമുണ്ടാകും. SFIOയ്ക്ക് അന്വേഷിക്കാവുന്ന ഇടപാടുകൾ നടന്നിട്ടുണ്ട്. മെസ്സിയെ കൊണ്ടുവരുമെന്ന് 2023 സർക്കാരിനെ അറിയിച്ച ഗോട്ടാൻ ഗ്ലോബൽ എന്ന സ്ഥാപനത്തെക്കുറിച്ചും സ്ഥാപനത്തിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗുമായുള്ള ബന്ധത്തെക്കുറിച്ചും അന്വേഷണമുണ്ടാകും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപ എങ്ങോട്ട് പോയി? മറ്റാർക്കെങ്കിലും ഈ പണം കൈമാറിയിട്ടുണ്ടോ? വിശദമായ അന്വേഷണം തന്നെയാണ് നടക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO അന്വേഷണ സാധ്യതകൾ തെളിയുന്നതും. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.